അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദ്രത്തിലൂടെയുള്ള യാത്രയെ സംബന്ധിച്ച് പറഞ്ഞു സൂറത്തുൽ ഇസ്രായിൽ, റബ്ബുകുമുല്ലദീ യുസ്ജീ ലകുമുൽ ഫുൽക ഫിൽ ബഹർ. അല്ലാഹുവാണ് നിങ്ങൾക്ക് സമുദ്രത്തിൽ കപ്പലോടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നത്. ഇന്നലെ മിനിഞ്ഞാന്നിട്ട് ഒരു വീഡിയോ ശ്രദ്ധിച്ചു. നമ്മുടെ ഈ മലേഷ്യൻ ഫ്ലൈറ്റ് മിസ്സായി പോയില്ലേ, അതിന്റെ തെരച്ചിൽ നടത്തുന്ന ഒരു കപ്പൽ ഇന്തോനേഷ്യനിൽ നടുക്കടലിൽ നിന്ന് എടുത്ത ചില പിക്ചറുകൾ. സുബ്ഹാനല്ലാഹ്, എത്രയാണ് തിരമാലയുടെ വലുപ്പം! മലകളോളം വരുന്ന തിരമാലയിൽ ഈ വലിയ കപ്പലിട്ട് ആടുകയാണ്. ഞാൻ കണ്ണുകൊണ്ട് അങ്ങനത്തെ തിരമാല കണ്ടിട്ടില്ല. പക്ഷേ വല്ലാത്തൊരു അത്ഭുതം. അതും കടലിന്റെ നടുവിൽ, നടുക്കടലിൽ. എത്രയാണ് അതിന്റെ വലുപ്പം! ചെറിയ ബോട്ടുകളൊക്കെ ആണെങ്കിൽ എപ്പോഴോ മറിഞ്ഞ് തല കവിഞ്ഞ് വീണുപോയേനെ. വലിയ കപ്പലിന് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. തിരമാല, അതിന്റെ വേവിന്റെ വെള്ളം കപ്പലിന്റെ മേലോട്ടടിക്കുന്നുണ്ട്. അത്രയും ഹൈറ്റിൽ വരുന്ന തിരമാലകൾ ഈ ഫ്ലൈറ്റ് ഗോൺ മിസ്സിംഗ് ആ ഭാഗങ്ങളിൽ കിടക്കാണ്. അത്ഭുതമാണ്. അല്ലാഹു തആല പറയുന്നത് എത്രയോ സ്ഥലത്ത് നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹിനെ ഓർമ്മ വരും. പിന്നെ അള്ളാഹു അതൊക്കെ ഒന്ന് ശാന്തമാക്കി തന്ന് കരയിലെത്തിയാൽ ഞങ്ങൾ തോന്നുന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്യും. ഇത് വല്ലാത്തൊരു, ഈ കപ്പിത്താന്മാർ, കപ്പലിൽ ജോലി ചെയ്യുന്ന ആളുകൾ, എന്തൊക്കെ ഒരു അഭിപ്രായം പറയാണ്, കുട്ടികൾക്ക് ഏത് ജോലി കൊടുത്താലും കപ്പലിലെ ക്യാപ്റ്റന്മാരായിട്ടോ ക്രൂ ആയിട്ടുള്ള ജോലിക്ക് പറഞ്ഞേക്കണ്ട. വെറും തോന്നിവാസാണ് അധികത്തിലും. നല്ല മനുഷ്യന്മാരുണ്ടായിരിക്കാം. അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി പറയുന്ന ഭാഗം അതാണ്. കപ്പിത്താന്മാർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നില്ലേ? അവർ കപ്പലിൽ വരും, ഇവർക്ക് വിഷയമൊന്നും വേണ്ട അല്ലേ? ഒരു ദിവസം അരമണിക്കൂറോ 24 മണിക്കൂറോ 12 മണിക്കൂറൊക്കെ നിന്നിട്ട് കള്ളും കുപ്പിയും വാങ്ങിയിട്ടാ പോവാ. എങ്ങനെ അള്ളാഹിന്റെ റഹ്മത്തിലായി പോകുന്നത്? എന്താണ് തിരമാലകളുടെ അവസ്ഥ? ഇതിന്റെ ഇടയിലൊക്കെ എങ്ങനെ പിടിച്ചത്? നമ്മൾ ചെറിയൊരു ബോട്ട് പോയാൽ ഛർദ്ദിച്ചിട്ട് നിൽക്കാൻ പറ്റൂല അല്ലേ? ഈ വലിയ വലിയ തിരമാലകൾ അള്ളാഹു തആല കടലിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. എത്രയാണ് ഇതിന്റെ വലുപ്പം! സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. മലേഷ്യൻ ഫ്ലൈറ്റ് മിസ്സാകുമ്പോൾ അവന്റെ പൈലറ്റിന്റെ അവസാനത്തെ ചില കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്ത് ഭാഗത്ത് കേട്ടിട്ടുണ്ടോന്നറിയില്ല, അദ്ദേഹം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യാനത് വീണുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൺട്രോൾ റൂമിലേക്ക് അവസാന ഭാഗം അങ്ങനെ, മലേഷ്യക്കാരല്ല മുസ്ലിം ആയിരിക്കണം പൈലറ്റ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്തായി സംഭവിക്കുന്നത്? അല്ലാഹു അക്ബർ. അത് അവസാനം പറഞ്ഞ വാക്കുകൾ അതാണ്. അങ്ങനെയാണ് അത് ആപതിക്കുന്നത്. അള്ളാഹുവിന്റെ കൺട്രോളല്ലേ അതൊക്കെ. മായുംസിക്കുഹുൻ ഇല്ലല്ലാഹ്. എല്ലാ ഫ്ലൈറ്റുകളെയും പിടിച്ചു നിർത്തുന്നത് അള്ളാഹുവാണ്. മായുംസിക്കുഹുൻ ഇല്ലല്ലാഹ്. വലിയ സംഭവമാണ്. ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ വിചാരിക്കും, ഓരോ വ്യാഴ്ചയും പോകലിന്റെ നാട്ടിലെത്തുമ്പോൾ പൊളിഞ്ഞാട് വീണ്ടുണ്ടാവും. സാധാരണ മരിച്ചനാക്കാരടുത്ത് തന്നെ അവിടുന്ന് കയറി പോരുമ്പോഴും വിചാരിക്കും തന്നെ. ഏതായാലും ഇപ്പൊ ഇതിലെ വന്നിട്ടൊന്നും വീണിട്ടില്ല, വിചാരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്നാലും നമ്മളത് പ്രതീക്ഷിക്കണം എന്നാ. ഫ്ലൈറ്റുകാരെ ഉറക്കം വരാത്തവരൊക്കെ ഉണ്ട് പേടിച്ചിട്ട്. ഊറ്റം കൊണ്ട് ഉറക്കം വരാത്തവരുണ്ടാവും ചിലപ്പോൾ. അതിട്ടൊക്കെ പോരുമ്പോഴേ സന്തോഷം കൊണ്ട്. എന്തിനൊക്കെ പേടിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? വല്ലതും നടക്കുവോ? ആ ഡോറൊക്കെ പൂട്ടി വെച്ചാൽ നിങ്ങൾ നിയർ ബൈ എക്സിറ്റുകളൊക്കെ നോക്കിക്കോളി എന്ന് പറയുന്നുണ്ട്, ഇറങ്ങാൻ നേരത്തും കയറാൻ നേരത്തൊക്കെ. എന്തതുകൊണ്ടൊക്കെ കാര്യം. കുപ്പായിട്ടുള്ളി ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ കാണിച്ചാൽ ആ കുപ്പായിട്ടിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ആരും രക്ഷപ്പെട്ടിട്ടില്ല. അവർ സമാധാനിപ്പിക്കാൻ പറഞ്ഞുതരാണെന്നാ ആണത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക. പടച്ചതമ്പുരാന്റെ കൺട്രോൾ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹുവിന്റെ കൺട്രോൾ തന്നെ വേണം. മായുംസികുഹുന്ന ഇല്ലല്ലാഹ്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറഞ്ഞു, റബ്ബുകുമുല്ലദീ യുസ്ജീ ലകുമുൽ ഫുൽക ഫിൽ ബഹർ. അള്ളാഹുവാണ് നിങ്ങൾക്ക് കപ്പലോടിക്കാൻ സംവിധാനം തന്നത്. സൂറത്തുൽ കഹ്ഫിലും അല്ലാഹു തആല പറഞ്ഞു, ഫൻതലഖാ ഹത്താ ഇദാ റകിബാ ഫിസ് സഫീന. മൂസ നബി അലൈഹിസ്സലാമും അബ്ദു സ്വാലിഹ് മഹാനായ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമും പോയ ആ ചരിത്രം പറഞ്ഞപ്പോഴും അല്ലാഹു കപ്പലിൽ കയറി കടലിൽ യാത്ര ചെയ്തൊരു ഭാഗം കഹ്ഫിലുണ്ട്, ഇസ്രായിലുമുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല ബാത്തിലിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇസ്രായിലും പറഞ്ഞു ബാത്തിലിനെ കുറിച്ച്. വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖാ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖാ. ആ വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിലെ ബിംബങ്ങൾ എടുത്തു മാറ്റുന്ന രംഗത്ത്, അതായത് ഹിജ്റയുടെ 8-ാം വർഷം മക്കം ഫതഹ് നടക്കുന്ന സമയം, നബി തങ്ങളുടെ വഫാത്തിന്റെ 2 വർഷം മുമ്പ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബിംബങ്ങൾ ഓരോന്നിനോടും തങ്ങളുടെ ഒരു വടിയുണ്ട്, ആ വടി എടുത്തിട്ട് ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖാ, സത്യം വന്നിരിക്കുന്നു, അസത്യം
കുറച്ചു നേരൊക്കെ അസത്യം പിടിച്ചുക്കും. പക്ഷേ ഇന്നൽ ബാതുല കാന സഹൂഖ, അസത്യം കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതെയായി പോകുന്നതാണ്. ആ ആയത്തോതി തങ്ങൾ ഓരോ ബിംബത്തിലോടും വടികൊണ്ട് ഇങ്ങനെ ചൂണ്ടുകയാ ചെയ്തത്. അപ്പോഴേക്കും ബിംബം വീഴുകയാണ്. അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബിംബങ്ങൾ മുഖം കുത്തി വീഴാണ്. അലിയാരെ സഹാബികളെ എടുത്ത് പുറത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഓരോ ബിംബവും കഅബാലയത്തിനുള്ളിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. ജാ അൽ ഹഖ് വ സഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലിയാർ തങ്ങളും അന്ന് മക്കയിലുള്ള സമയത്ത് ആരും കഅബത്തിന്റെ അടുത്തൊന്നും ഇല്ലാത്ത നേരത്തെ നബിതങ്ങൾ അലിയാരോട് പറഞ്ഞു, അലിയെ ഞങ്ങൾ തോളൊന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ പറ്റണില്ല, അലി തങ്ങൾക്ക് പറ്റണില്ല. നബിതങ്ങൾ പറഞ്ഞു, അലിയാർ എന്റെ തോളൊന്ന് നിങ്ങൾ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അലി തങ്ങൾ കയറ്റി നിർത്തി. ഈ കഅബന്റെ മുകളിലൊക്കെ നോക്കുമ്പോൾ അവിടെ നുഹാസിന്റെയും കോപ്പറിന്റെയും കല്ലിന്റെയും കുറെ ബിംബക്കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാ തങ്ങൾ പറഞ്ഞു, അലിയെ എടുത്തോളൂ. ജാ അൽ ഹഖ് വ സഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. അങ്ങനെ അവിടെ കഅബന്റെ മേലെ കൊണ്ടുവച്ച ചില ബിംബങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പെറുക്കിയെടുത്തു നബിതങ്ങളുടെ തോളിൽ നിന്നു. ആര്? അലി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അത് പെറുക്കിയെടുത്തിട്ടുണ്ടെന്നാണ്. അത് ഇന്നത്തെ കഅബയുടെ ആ എടുപ്പായിരിക്കണം എന്നില്ല. അന്ന് ഹൈറ്റ് കുറവായിരിക്കണം. അപ്പോഴാണ് അങ്ങനെ ഒരു തോളിൽ കയറുന്നാലൊക്കെ എത്തുന്ന ഒരു ഹൈറ്റിലേക്ക് കിട്ടണമെങ്കിൽ അതെടുത്തു. ബിംബങ്ങൾ താഴെയിട്ടു. രണ്ടുപേരും പോയി ഒളിച്ചിരുന്നു എന്നൊക്കെ ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും വന്നാ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ച് മക്കയിലുള്ള കാലത്താ ഞാനും നബിതങ്ങളും അവിടെ ഹിജ്റിന്റെ പിന്നിൽ പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരുന്നു. രണ്ടാൾ വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ ഈ ആയത്ത് ഓതിയിരുന്നത് ബാത്തിൽ എന്ന പ്രയോഗം സൂറത്തുൽ ഇസ്രായിലെ 81-ാമത്തെ ആയത്തിലുണ്ട്, സൂറത്തുൽ കഹ്ഫിലുണ്ട് 56-ൽ വയുജാദിലുല്ലദീന കഫറൂ ബിൽ ബാത്തിൽ വയുജാദിലുല്ലദീന കഫറൂ ബിൽ ബാത്തിൽ. രണ്ട് സൂറകളിലും യതീമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വലാ തഖറബൂ മാലൽ യതീം, യതീമിന്റെ സമ്പത്തിനോട് അടുത്ത് വരെ പോവണ്ട കേട്ടോ എന്ന് പറഞ്ഞ യതീം മക്കളുടെ സ്വത്ത് വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട കാര്യം. അത് എല്ലാവരെ കൊണ്ടൊന്നും കഴിയില്ല. അത് കഴിയുന്നവർ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. യതീംഖാനൊക്കെ നടത്താനും അതിന് അവിടുന്ന് ഇവിടുന്നൊക്കെ അലവൻസോ അല്ലെങ്കിൽ എന്താ പറയാ മറ്റു സാമ്പത്തിക സഹായങ്ങളോ ഒക്കെ കിട്ടുമായിരിക്കാം. പക്ഷേ ഭയങ്കര സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണ്. നമ്മളെ മുട്ടിലെ ജമാലാജിലെ അള്ളാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്ത് കൊടുക്കട്ടെ. വല്ലാത്തൊരു ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ്. നമ്മുടെ വയനാട് മുട്ടിലെത്തിങ്ങാനല്ലേ, വയനാട്ടുകാരൊന്നുമില്ല ഇവിടെ. ജമാലാജി ജീവിതവും ഊണും ഉറക്കുമായി യതീമക്കൾക്ക് വേണ്ടി കൊടുത്ത ഒരു വലിയ മഹാനാണ്. ജീവിച്ചിരിപ്പുള്ള ഇത്രയും വലിയ സംവിധാനങ്ങൾ, എത്രയോ കുട്ടികൾ, നൂറുകണക്കിന് കുട്ടികൾക്ക് ഒരുമിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല, ഓരോ വർഷവും അവിടുത്തെ വിദ്യാർത്ഥികളെ കൊണ്ട് ഈ കല്യാണം കഴിഞ്ഞു പോയ കുട്ടികളുടെ വീട്ടിൽ പോയി അന്വേഷിപ്പിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഇവർ തൊലാക്കായിട്ടുണ്ടോ, ഇവർ നല്ല നിലയ്ക്ക് ജീവിച്ചു പോവാണോ, എന്താണ് ഇവരുടെ അവസ്ഥ എന്ന് ഓരോ വർഷവും സെൻസസ് എടുക്കുകയും ചെയ്യും. അങ്ങനെ കൃത്യമായി കൊണ്ടുപോകുന്ന ഒരു വലിയ സ്ഥാപനമാണ് നമ്മുടെ വയനാട്ടിലുള്ള മുട്ടിൽ യതീംഖാന എന്ന് പറഞ്ഞ മുട്ടിൽ ഓർഫനേജ്. അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഇപ്പോഴും എത്രയോ ഡോക്ടർമാരൊന്നും പോകരുത് യാത്ര ചെയ്യുന്നൊക്കെ പറഞ്ഞാലും ജമാലാജി യാത്ര ചെയ്യും. അങ്ങനത്തെ ഒരു വലിയ പുണ്യം കിട്ടിയ മഹാനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ യതീംഖാനകളൊക്കെ നടത്തുന്ന, ഒരുപാട് മുക്കത്ത് നടത്തുന്ന യതീംഖാനയും ഒരുപാട് നമ്മുടെ നാടുകൾ ഒരുപാടുണ്ടല്ലോ. അള്ളാഹു തആല അവർക്കൊക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ ഭാഗ്യമാണ്. വലാ തഖറബൂ മാലൽ യതീം, യതീമിങ്ങളുടെ സമ്പത്തെടുത്ത് കളിക്കാൻ പാടില്ല. അത് ഒരു ബിസിനസ്സുകാർക്കും വായ്പ കൊടുക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് പള്ളിയുടെ കാര്യം. അങ്ങനെ തന്നെയാണ്. പള്ളിക്ക് ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടായിരിക്കാം. പള്ളികളുടെ സമ്പത്ത് ലക്ഷക്കണക്കിന് നമ്മുടെ പള്ളിയുടെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. പള്ളിയുടെ സ്വന്തം ഖജാൻജിയോ പ്രസിഡന്റോ സെക്രട്ടറിയോ പള്ളിക്ക് ലക്ഷക്കണക്കിന് ഇവരങ്ങോട്ട് കൊടുക്കുന്ന ആളുകളാ. പക്ഷെ പെട്ടെന്നൊരു സാമ്പത്തിക ടൈറ്റ് വന്നു വിചാരിക്കുക, നാളെ രാവിലെ തരാൻ പൈസ ഒരു 10 ലക്ഷം എടുക്കാൻ പറ്റുമോ പള്ളി കമ്മിറ്റിന്ന്? കൊടുക്കാൻ പാടില്ല എന്നാ. സ്വകാര്യമായിട്ട് നിങ്ങൾ കൊടുത്തോളൂ, ആരും അറിയണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാമ്പറന്ന് കൊടുക്കുന്ന ഏർപ്പാടുകളുണ്ട്. ഒക്കെ അമാനത്താണ്, വലിയ വിഷയമാണ്. അമാനത്ത് അല്ലാഹു തആല തരുന്ന കൂലി ഭയങ്കരമാണ്. ബാബുട്ടി ഹാജി ദാർഹുദയിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ദാർഹുദയ്ക്ക് സ്ഥിരം സഹായിക്കുന്ന ഒരുപാട് ആളുകൾ, അവരൊക്കെ ഹാജിയാർക്ക് ഇന്നലെ വരെ 2 ലക്ഷം കൊണ്ടുകൊടുത്ത ആളായിരിക്കും. ഹാജിയാരെ നാളെ എനിക്ക് ചെറിയൊരു പ്രയാസമുണ്ട്, ഒരു 15 ലക്ഷം ഉറുപ്പ്യ എടുത്തോട്ടെ, മറ്റന്നാൾ രാവിലെ ഞാൻ തരാ എന്ന് പറഞ്ഞാൽ അയാളോട് നേരിട്ട് ഇത് കുട്ടികൾക്കുള്ള അമാനത്താണ്, ഇത് തരാൻ പറ്റൂല, ഇങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നു ഡോക്ടർ യുബാപ്പത്തി ഹാജി മർഹൂം. അങ്ങനെ സൂക്ഷ്മതയോടുകൂടെ
കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് പൊതുമുതലുകളൊക്കെ. ഏത് സംഘടനയായാലും അതിപ്പോൾ ഏത് സംഘടനയായാലും ഏത് പ്രസ്ഥാനമായിരുന്നാലും ഇസ്ലാമുമായി ദീനുമായി ബന്ധമുണ്ടോ അതൊക്കെ അമാനത്താണ്. വലാ തഖറബൂ മാലൽ യതീം എന്ന് റബ്ബ് തആല പറയുന്നത് അമാനത്തായി ഏൽപ്പിച്ച വിഷയമാണ്. യതീം കുട്ടികളുടെ അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ ഭാഗം. പിന്നെ സൂറത്തുൽ ഇസ്രായിലുണ്ട്, സൂറത്തുൽ കഹ്ഫിൽ വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈൻ, രണ്ട് യതീം കുട്ടികളെ സംബന്ധിച്ച പരാമർശം സൂറത്തുൽ കഹ്ഫിലും വരുന്നു. ഇസ്രായിൽ വന്നു, കഹ്ഫിൽ വന്നു. ഇസ്രാ ആണ് 17ാമത്തെ ചാപ്റ്ററാണ്, കഹ്ഫ് 18ാമത്തെ സൂറയാണ്, മറ്റേ 17ാമത്തെ സൂറയാണ് ഇസ്രാ. മസാക്കീനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഇസ്രായിൽ വന്നിട്ടുണ്ട് 26ാമത്തെ ആയത്ത്, വആതി ദൽ ഖുർബ ഹഖ്ഖഹു വൽ മിസ്കീൻ, മിസ്കീന്മാർക്കും ബന്ധുക്കൾക്കും അവരുടെ ഹക്ക് കൊടുക്കണമേ. വആതി ദൽ ഖുർബ ഹഖ്ഖഹു, നമ്മുടെ അടുത്ത ബന്ധുക്കളെയാണ് ദൽ ഖുർബ എന്ന് പറയാ. നമ്മുടെ ഏറ്റവും അടുപ്പവും സ്നേഹമുള്ള നമ്മുടെ രക്തബന്ധമുള്ള ആളുകൾ, അവർക്ക് നിങ്ങൾ അവരുടെ ഹക്ക് കൊടുക്കണം. വൽ മിസ്കീൻ, പാവപ്പെട്ടവർക്കും നിങ്ങൾ കൊടുക്കണേ എന്ന് സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു. കഹ്ഫിൽ പറഞ്ഞു മിസ്കീന്മാരെ പറ്റി, അമ്മ സഫീനതു ഫകാനത് ലി മസാകീന യഅമലൂന ഫിൽ ബഹർ, ആ കപ്പൽ മിസ്കീന്മാരുടേതായിരുന്നു എന്ന് പറഞ്ഞത്. പിന്നെ അദ്ദഅവതു ഇല തൗഹീദ്, അല്ലാഹുവിന്റെ തൗഹീദിലേക്കുള്ള വിളിയുണ്ട്. ഇസ്രായേൽ അള്ളാഹുവിന്റെ കൂടെ ബഹുദൈവങ്ങളെ ആരാധിക്കുകയോ അള്ളാഹുവിന് ശരീക്കുണ്ടെന്നോ പാർട്ണർ ഉണ്ടെന്നോ വിശ്വസിക്കാൻ പാടില്ല എന്ന് ശക്തമായ സന്ദേശം സൂറത്തുൽ ഇസ്രായിലുണ്ട്. സൂറത്തുൽ കഹ്ഫിലും അള്ളാഹു ആവർത്തിച്ചു, ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ എന്നൊക്കെ രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹു ഇസ്രായിൽ പറഞ്ഞു. സൂറത്തുൽ കഹ്ഫിൽ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, അള്ളാഹു ഒരുത്തനാണ്, ഇലാഹു ഒരുവനാണ് എന്ന ആശയം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറയിലും കഹ്ഫിലും പറഞ്ഞിരിക്കുകയാണ്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. വലിതഅലമു അദദ സിനീൻ, വർഷങ്ങളുടെ എണ്ണം എത്രയാണെന്ന് അറിയാനാണ് എന്ന് പറഞ്ഞു. അല്ലാഹു സൂര്യചന്ദ്രാദികളുടെ ചലനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ കഹ്ഫിൽ പറഞ്ഞു, വലബിസു ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9. അവിടെയും ഒരു സിനീൻ, ഇവിടെയും ഒരു സിനീൻ. അള്ളാഹു രണ്ട് സൂറയിലും റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു. അസാ റബ്ബുക്കും അൻ യർഹമക്കും, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് തന്നേക്കും എന്ന് ഇസ്രായേൽ. ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ, നമ്മുടെ റഹ്മത്ത് നാം നൽകിയ ഒരു അബ്ദിനെ മൂസ നബി അലൈഹിസ്സലാം ആ കടലിൽ വെച്ച് കണ്ടു എന്ന് ഖിദർ നബിയുടെ ചരിത്രത്തിൽ അള്ളാഹു അവിടെയും റഹ്മത്ത് എന്ന് പറഞ്ഞു. രണ്ട് സൂറയിലും അള്ളാഹു ചെവിയെ സംബന്ധിച്ച് പറഞ്ഞു, ഉദുൻ വഫീ ആദാനിഹിം വഖറാ, അവിശ്വാസികളുടെ ചെവിയിൽ എന്താ ഈയമൊരുക്കി ഒഴിച്ചിട്ടുണ്ടോ, അവരെന്താ കേൾക്കുന്നില്ലേ? ആദാനിഹിം, കഹ്ഫിൽ പറഞ്ഞു ഫദറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ. രണ്ട് സൂറയിലും അല്ലാഹു ഇൽമിനെ സംബന്ധിച്ച് പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ എന്നൊക്കെ അല്ലാഹു തആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിങ്ങൾക്ക് വിവരമില്ലാത്ത വിഷയം നിങ്ങൾ വിളിച്ചു പറയരുത്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, ഇൽമിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. രണ്ട് പ്രയോഗങ്ങളുണ്ട് അല്ലാഹു തആല ഇസ്രായിൽ പറഞ്ഞത്. കഹ്ഫിൽ നോക്കൂ, ما لهم من دونه من علم وعلمناه من لدنا علما هل أتبعك على أن تعلمني مما علمت رشدا. ഇൽമിനെ സംബന്ധിച്ച് മൂന്ന് പ്രയോഗങ്ങൾ മൂസ നബി അലൈഹിസ്സലാം ഖിദർ നബിയോട് ചോദിച്ചില്ലേ, നിങ്ങളോടൊപ്പം ഞാൻ കൂടട്ടെ കുറച്ച് ഇൽമ പഠിക്കാൻ എന്ന് പറഞ്ഞ ആശയത്തിൽ രണ്ട് സൂറയിലും ഇൽമിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. രണ്ട് കാര്യങ്ങൾ കൂടെ പറയട്ടെ. രണ്ട് സൂറയിലും അൽ കുഫർ, അവിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ذَلِكَ جَزَاؤُهُمْ بِأَنَّهُمْ كَفَرُوا بِآيَاتِنَا, നരകമാണ് നാം അവർക്ക് ശിക്ഷ കൊടുത്തത്, കാരണം കഫറൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവിശ്വസിച്ചവരാണ്. സൂറത്തുൽ ഇസ്രായിൽ 98ാമത്തെ ആയത്ത്. സൂറത്തുൽ കഹ്ഫിൽ നോക്കൂ, ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി 105ാമത്തെ ആയത്ത്. ജഹന്നം, അവസാനമായി ജഹന്നം, നരകത്തെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. അല്ലാഹു തആല അവിശ്വാസികൾക്ക് നരകമാണ് കൊടുക്കുന്നത് എന്ന് രണ്ട് സൂറയിലും ഇസ്രായേൽ കാണാം. മഅവാഹും ജഹന്നം കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ, മഅവാഹും ജഹന്നം, അവരുടെ അന്ത്യലക്ഷ്യസ്ഥാനം ജഹന്നമാണ്. കുല്ലമാ ഖബത്, അത് കെട്ടുപോകുമ്പോഴെല്ലാം സിദ്നാഹും സഈറാ, നമ്മൾ തീ കൂട്ടിക്കൊടുക്കുകയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു തആല സൂറത്തുൽ ഇസ്രായിൽ. സൂറത്തുൽ കഹ്ഫിൽ ذَلِكَ جَزَاؤُهُمْ جَهَنَّمُ بِمَا كَفَرُوا وَاتَّخَذُوا آيَاتِي وَرُسُلِي هُزُوًا.
അവിശ്വാസികൾക്ക് നരകമാണ് ജസാ. വത്തഖദു ആയാതി വറുസുലി ഹുസുവ, എന്റെ ഖുർആനും എന്റെ റസൂലിനെയൊക്കെ കളിയാക്കിയില്ലേ, അതിനാണ് ഈ നരകം എന്ന് അല്ലാഹു പറഞ്ഞ ഭാഗം 106-ാമത്തെ ഭാഗം. ഇങ്ങനെ നോക്കിയാൽ ഒന്ന് മറ്റൊന്നിനോട് അഭേദ്യമായ ബന്ധമുള്ള രീതിയിൽ വാക്കുകൾ അക്കങ്ങളുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ പരാമർശങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയും ബാക്കി സൂറത്തുൽ കഹ്ഫിലേക്ക് നമുക്ക് ഇനിയും അതിന്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി ثم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.